ഗൈസ് അപ്പോൾ നമ്മൾ പൂ കൊടുക്കാൻ പോവാണ്. ഗൈസ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ നമ്മളെ സ്വന്തം വൈഷ്ണവ് ബ്രോന്റെ നേതൃത്വത്തിൽ ഒരു പബ്ലിക് എക്സ്പെരിമെന്റ് ചെയ്യാനാണ്. പുതിയൊരു എക്സ്പെരിമെന്റ് ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ എക്സ്പെരിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട കൊറിയോഗ്രഫി പഠിക്കണം. അപ്പോൾ നിങ്ങൾ കരുതും ഞങ്ങൾ എന്തിനാണ് കൊറിയോഗ്രഫി പഠിക്കണത്? വെയിറ്റ് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈഷ്ണവ് ബ്രോ പബ്ലിക്കിൽ, അതായത് ഇത്രയും ജനങ്ങളെ ഇടയിൽ വെച്ചിട്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള പെൺകുട്ടിക്ക് പൂവ് കൊടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പൂവ് കൊടുക്കുക മാത്രമല്ല ചെയ്യുക, ആ പൂവ് വാങ്ങിക്കുന്ന പെൺകുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു കിഡിലൻ ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ്. അതിനാദ്യം നമുക്കൊരു പൂവ് വേണം. പിന്നെ കൂടെ ഉള്ളവരൊക്കെ മണ്ടന്മാരാവുകൊണ്ട് ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ പൂവിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. ഇവിടെ ഉള്ള കടയിലൊക്കെ കയറി നോക്കിയിട്ടും ഒരു പ്ലാസ്റ്റിക് പൂ പോലും നമുക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഇതാ ഈ ഇലാ ഗാർഡൻ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവിടെ പോയപ്പോഴോ ഓര് പറയാ ഇങ്ങക്ക് പൂവൊന്നും തരൂല, നിങ്ങൾ വേണമെങ്കിൽ ഈ ചെടിയാൾ കൊണ്ടുപോയിക്കോളേന്ന്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവിടുന്ന് നിരാശരായി മടങ്ങി. പിന്നീടാണ് ഈ ഒരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവം കൊള്ളാം. സംഭവം എൻ്റെ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതേ സാധനം ഞങ്ങൾ അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോൾ 60 രൂപയുള്ളൂ. അങ്ങനെ അവസാനം ഇതന്നെ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മളെ ചെക്കൻ എവിടെന്നോ ചാടിക്കിടന്ന ഒരു പൂവൊക്കെ പൊട്ടിച്ചു വന്നെ. അപ്പോൾ ഇനിയാണ് ഗൈസ് നമ്മളെ സോഷ്യൽ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബൈ.